നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അർജുനെ തേടിയുള്ള കാത്തിരിപ്പിന്റെ 11ാം ദിവസമാണിന്ന്. ഇന്നലെ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു അർജുന്റെ ക്യാബിനടുത്തേക്ക്, അർജുന്റെ ലോറി പുഴയ്ക്കരി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുണ്ട്, ആ ക്യാബിനടുത്തേക്ക് ദൗത്യ സംഘത്തിന് എത്താൻ കഴിയും എന്നുള്ളത്. പക്ഷേ ഇന്നലെ വൈകിയും തിരച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുഴയിലെ അടിയൊഴുക്ക് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ദൗത്യ സംഘത്തിന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്നലെ മുഴുവൻ നടന്നത്. ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അർജുന്റെ കുടുംബത്തിന്. അവർ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്യാധുനിക വലിയ സംവിധാനങ്ങളിൽ എത്ര അടി താഴ്ചയിലും പോയി മനുഷ്യ സാന്നിധ്യം വരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രോണുകളാണ്. എന്നാൽ നാവികസേന പറയുന്നത് ആ ഡ്രോണുകൾക്ക് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കില്ല, പക്ഷെ എത്ര ആഴത്തിലുള്ള ലോക സാന്നിധ്യവും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ ഇന്നലെ ഡ്രോണുകൾ പരിശോധനകൾ നടത്തിയെങ്കിൽ പോലും ഒരു പ്രതീക്ഷയും ഒരു സൂചനയും കിട്ടിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടെത്താൻ സാധിച്ചു. PA1 എന്ന് എഴുതിയിരിക്കുന്ന തടി കണ്ടെത്താൻ സാധിച്ചു. അത് ആ ലോറി ഉടമ മനാഫ് അത് അർജുന്റെ ലോറിയിലെ തടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് മീൻ പിടിക്കുന്ന ബോട്ടുകൾ കൊണ്ടുവന്ന കൂടുതൽ പരിശോധനകൾ, അതായത് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് കൂടുതൽ പരിശോധന നടത്തണം. പുഴയിലെ അടിയൊഴുക്ക് വലിയ പ്രതിസന്ധിയാക്കുന്നുണ്ടെങ്കിലും വലിയ വെല്ലുവിളികൾ ഇന്നില്ല എന്നുള്ളതാണ്. ശക്തമായ മഴയും അതിശക്തമായ കാറ്റും ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്നാണ് ഇതിന് ദൗത്യ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥർ വരെ പറയുന്നത്. എന്തായാലും അർജുൻ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതുപോലെ അർജുൻ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് ആ ലക്ഷ്മണന്റെ ധാബയിൽ ആഹാരം കഴിക്കാനായി അർജുൻ എത്തിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ധാബ ഉണ്ടായിരുന്ന സ്ഥലം പുഴയിലേക്ക് ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. ആ ഭാഗവും പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ആ ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന തന്നെയാണ് നടത്തുന്നത്. എന്തായാലും എന്തെങ്കിലും സൂചനകൾ ഇന്ന് കൊണ്ട് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് എന്തായാലും ക്യാബിനിലേക്ക്, അർജുന്റെ ട്രക്ക് കിടക്കുന്ന ആ ക്യാബിനിലേക്ക്, ആ ട്രക്ക് 3 കഷ്ണങ്ങളായി എന്നാണ് ഇന്നലത്തെ തിരച്ചിലിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ അതിന്റെ ക്യാബിനടുത്തേക്ക് എത്താൻ അടിയൊഴുക്ക്, ഗംഗാവലിയിലെ അടിയൊഴുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ ക്യാബിനിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സംഘം. മാത്രമല്ല ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം അല്ലെങ്കിൽ ഒരു അന്വേഷണമോ വേണ്ട എന്നുള്ള തരത്തിലും ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കും അത് അത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്കായാലും നേവിയിലെ സ്കൂബ ടീമിനായാലും ഒക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിലേക്ക് പോകണ്ട എന്ന് കുടുംബവും പറയുന്നുണ്ട്. ഇനി ഒരു ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു തിരച്ചിൽ വേണ്ട എന്ന് തന്നെയാണ് അർജുന്റെ സഹോദരൻ ജിതിനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഇത്, ഇന്നത്തെ പ്രതീക്ഷ വയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. 11ാം നാൾ അർജുനായുള്ള കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. ഇനിയും എത്ര നാൾ മിഷൻ അർജുൻ ഇനി എങ്ങോട്ടാണ്? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ്. പക്ഷെ കുടുംബത്തിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്തെങ്കിലും ഫലം കാണും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ രാജുവായ പ്രവീണോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യശേഖരൻ.